നിസ്കാരത്തിന്റെ ഫർള് ഇവര് 1978 അച്ചടിച്ച പുസ്തകത്തിൽ 82 വരെ 14 പഠിപ്പിച്ചു, 82 മുതൽക്കോ 9 പഠിപ്പിച്ചു. ഞാൻ ഈ 2 പുസ്തകവും കയ്യിൽ പിടിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ എന്റെ കയ്യിലുണ്ട്, സ്ക്രീനിലും കാണാം. അങ്ങനെ നിസ്കാരത്തിന്റെ ഫർള് 9 ആക്കി 82 മുതൽക്ക്. ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ നിസ്കാരത്തിന്റെ ഫർള് കണ്ടോ? അതിൽ 14 സ്ക്രീനിൽ കാണുന്ന ആ പുസ്തകത്തിൽ 14 പിന്നീട് 9 9 വെച്ച് കൊടുക്കും മോനെ. അതാ 82 മുതൽ 9 പുസ്തകം മുഴുവനും എന്റെ കയ്യിലുണ്ട്. ഇവര് മതം ഇങ്ങനെ മതം മാറ്റുകയാണ്, മതത്തിൽ യോഗം ചേർന്ന് മൗലവിമാര് മാറ്റുകയാണ്. ആരാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപനകാലം മുതൽക്കുള്ള ആദർശവുമായി മുന്നോട്ട് പോകുന്നത്? അതാണ് വിഷയം. അതിലെന്നെ എന്തെങ്കിലും മാറ്റോ കാര്യമോ വേണോ? നമ്മൾ ഒന്നിച്ചിരുന്ന് കൂടിയിരുന്ന് തീരുമാനിച്ചു പ്രഖ്യാപിക്കണം. നിസ്കാരത്തിന്റെ ഫർള് 9 ആക്കി 82 മുതൽ. ഞാൻ ഈ 2 പുസ്തകവും കൈ പിടിച്ചു ചോദിച്ചു, മൗലവിമാരെ ഇങ്ങനെ നിസ്കാരത്തിന്റെ ഫർള് മാറ്റാൻ ജിബിരിയിൽ നിങ്ങൾ ഓഫീസിൽ വന്നോ? അപ്പൊ അത് ചോദിച്ച് കല്ലിക്കണ്ടിയതാ. അപ്പൊ 2 ചെറുപ്പക്കാർ വന്നു, മുജാഹിദീങ്ങൾ. കാണണമെന്ന് തന്നെ കാണിച്ചു കൊടുത്തു. ഞാനെന്താ വീരപ്പനാ? ഞാൻ പുസ്തകം കാണിച്ചു കൊടുത്തു. ചെറുപ്പക്കാരും മുജാഹിദ് രാജിവെച്ച് സുന്നിയായി. അപ്പൊ മൗലവിമാർക്ക് എന്നോട് ദേഷ്യം പിടിച്ച് ഇത് മാത്രമല്ല, മൗലവിമാർ കോഴിക്കോട്ട് പോയി. നമ്മൾ നിസ്കാരത്തിന്റെ ഫർള് ചുരുക്കിയത് മുസ്ലിംമാര് കണ്ടുപോയി. ഇനി എന്താ ചെയ്യാ? അതാ പിന്നെ നമ്മൾ വീണ്ടും 14 ആക്കാൻ തീരുമാനം. 86 മുതൽക്ക് വീണ്ടും 14 ആക്കി. അതാണിത് 14 ആക്കി. പക്ഷേ പിന്നെ ചേർത്ത് കൊടുത്തത് കൊണ്ട് ഇതിലെ 14 എങ്ങനെയെന്നറിയോ? ഇതിലെ 14 സലാം ചൊല്ലിയിട്ട് നീയത്ത പിന്നെ കൂട്ടിക്കൊടുത്തു. അപ്പൊ ഞാൻ ഈ 3 ബുക്കും കൈ പിടിച്ച് ഞാൻ ചോദിച്ചു, ഇതെന്ത് നിസ്കാര? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓർന്ന ഫർള് നിസ്കാരം 4 റക്അത്ത് ഞാൻ നിസ്കരിച്ച് കഴിഞ്ഞിരിക്കുന്നു, നിയ്യത്തിന്റെ കോലം. അപ്പൊ മൗലവിമാര് വീണ്ടും യോഗം ചേർന്നു. 91 പുതിയ ബുക്ക്. അതാണിത്. ഇതിൽ 1-ാമത്തെ ഫർള് 14. ഇത് 3-ാം ക്ലാസ്സിലാണ്. എന്നാ അതേ സമയത്ത് 5-ാം ക്ലാസ് 10.5. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ്? അത് 2 ക്ലാസ് കൂടുതൽ പഠിക്കുന്നുണ്ട്, കുറച്ച് റിബേറ്റാണ്. എന്ത് മതമാണ് ഇവരെ മതം? മുസ്ലിമീങ്ങളെന്ന് മനസ്സിലാക്കണം. എന്നിട്ടോ കേസക്കരിയപ്പെടുത്തൊരു ബുക്ക് നോമ്പിന്റെ വിധിവിലക്കുകൾ. ഇതെന്താ പറയുന്നത്? സുബഹി ബാങ്ക് കൊടുത്തിട്ട് ഇഖാമത്തും കൊടുത്തതിന് ശേഷം ചായ കുടിക്കാൻ മറന്നു വരുത്. നോമ്പിന് സുബഹി ബാങ്കും കൊടുത്ത് ഇഖാമത്തും കൊടുത്തതിന് ശേഷം വെള്ളം കുടിക്കാൻ നബി അനുവദിച്ചത് മറക്കാതിരിക്കുക. ഈ ബുക്കിലെ ഞാൻ ഇത് കൊണ്ടോട്ടിന്ന് കാണിച്ച് നാദാപുരത്ത് കാണിച്ചു. മൗലവിമാർക്ക് മറുപടി ഉണ്ടോ? സുബ്ഹാനല്ലാഹ്. എന്നാ സഹോദരന്മാരെ,